നവതിയുടെ നിറവിൽ പാലാ സെന്റ് മേരീസ് എൽ പി സ്കൂൾ. പാലാ സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടന്നു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പാലാ MLA-യുമായ മാണി സി കാപ്പൻ അധ്യക്ഷത വഹിച്ച യോഗം രാജ്യസഭാ MP ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു. KCBCയുടെ കേരളത്തിലെ മികച്ച LP സ്കൂളിനുള്ള പുരസ്കാരം നേടിയ പാലാ സെന്റ് മേരീസ് LP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടന്നു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പാലാ MLA-യുമായ മാണി സി കാപ്പൻ അധ്യക്ഷത വഹിച്ചു. ഇത്തരം ഒരു സംഗമം ഇവിടെ സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത ഹെഡ് മിസ്ട്രസിനെയും ലിജോ സാറിനെ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമായി അഭിനന്ദിക്കുക. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കരമാവൻ ചുവട്ടിൽ നിന്നാണ്. പക്ഷെ മുറ്റത്തെ ചക്കരമാവല്ലേലും അവിടെ ഒരു പേരയ്ക്കമാവുണ്ടായിരുന്നു. അതിലെ കുറച്ച് മാങ്ങ ഞങ്ങളെ കഴിച്ചിട്ടുള്ളതാണ്. ഞാൻ 62 മുതൽ 66 വരെ ഈ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങളിലും ആ ചെറുപ്പത്തിൽ തന്നെ ഇവിടുത്തെ സിസ്റ്റേഴ്സ് തന്ന പ്രോത്സാഹനമാണ് പിന്നീട് കലാരംഗത്തും കായിക രംഗത്തുമൊക്കെ എനിക്കൊരു മുതൽക്കൂട്ടായി മാറിയത് എന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. രാജ്യസഭാ MP ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ നവതിയുടെ നിറവിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമമാണ് ഇവിടെ നടക്കുന്നത്. മനോഹരമായ ഈ ചടങ്ങ് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടിയും അനുഗ്രഹത്തോടുകൂടിയും ആദ്യമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊള്ളുക. ഞാൻ ഈ സ്കൂളിൽ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചത് സെൻറ് തോമസ് സ്കൂൾ തൊട്ടപ്പുറത്താണ്. പ്രഗത്ഭരായ മാണി സി കാപ്പൻ ഉൾപ്പെടെയുള്ളവരോട് പഠിച്ചിട്ടുണ്ട്. എൻ്റെ പെങ്ങന്മാരെ 4 പേര് ഇവിടെ പഠിച്ചു. സിനിമാ താരവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ മിയ ജോർജ് വിശിഷ്ട അതിഥിയായിരുന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ട മുഖ്യ പ്രഭാഷണം നടത്തി. ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സിസ്റ്റർ ആൻസിൽ ആട്ടപ്പാട്ട്, മുനിസിപ്പൽ കൗൺസിലർമാരായ ബിജി ജോജോ, ജോർജ് കുട്ടി ചെറുവിളിൽ, ബിജു പാലുപ്പടവിൽ, ജോസിൻ ബിനോ, സനിൽ രാഘവൻ, PTA പ്രസിഡന്റ് ജോഷിബ ജെയിംസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അധ്യാപക പ്രതിനിധി ലിജോ ആനിത്തോട്ടം കൃതജ്ഞത അർപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. i4A ന്യൂസ്, പാലാ.